കനത്ത ചൂടാണല്ലേ നമ്മുടെ കേരളത്തിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ്. അതിനിടെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ മൊത്തം വൈദ്യുതി ഉപയോഗം 116 ദശലക്ഷം യൂണിറ്റായി ഉയർന്നിരിക്കുന്നു. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6013 മെഗാവാട്ട് വരെ എത്തിയിട്ടുണ്ട്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഇങ്ങനെ ചുട്ടുപൊള്ളി വിയർത്തിരിക്കുമ്പോൾ നമുക്ക് ഫാനും AC ഒന്നും പ്രവർത്തിപ്പിക്കാതെ വയ്യ. പക്ഷേ വൈദ്യുതി ഉപയോഗം ഇത്തരത്തിൽ റെക്കോർഡും കടന്ന് മുന്നോട്ട് പോകുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? 6000 മെഗാവാട്ട് ഇത്തരത്തിൽ ഉപയോഗം കടന്നിട്ടുണ്ടെങ്കിൽ അത് ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് KCB തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. കൂടുതൽ വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങളും വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പകൽ നേരങ്ങളിലൊക്കെ തന്നെ ചൂട് കൂടുന്ന നിലയാണുള്ളത്. തൊഴിലാളികൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട്. നിർജ്ജലീകരണവും സൂര്യാതപവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പ്രതീക്ഷ, അതിനിടയിൽ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കാതെ മാർഗമില്ല. പക്ഷേ ഇത്തരത്തിൽ ആശങ്ക പടർത്തുന്ന രീതിയിലാണോ, ആശങ്കയുണ്ടാക്കുന്ന രീതിയിലാണോ വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടുന്നത്? വിനീത, തീർച്ചയായും. കാരണം സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 2 ദിവസം കൂടി ശക്തമായ ചൂട് സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ കൂടി പ്രതിഫലനം വൈദ്യുതി ഉപഭോഗത്തിലും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ വൈദ്യുതി ആവശ്യകത ഏറ്റവും പീക്ക് ടൈമിൽ 6013 മെഗാവാട്ട് എത്തിയിരിക്കുന്നു. അങ്ങത് വലിയ പ്രതിസന്ധി KCBയെ സംബന്ധിച്ചുണ്ട്. കാരണം ആദ്യമായാണ് ഇത്രത്തോളം വൈദ്യുതി ആവശ്യകത പീക്ക് സമയങ്ങളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി തുടർന്നാൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതടക്കമുള്ള നടപടികളിലേക്ക് KCB കടക്കേണ്ടി വരും. നേരത്തെ KCBയുടെ അധ്യക്ഷതയിൽ യോഗമൊക്കെ തന്നെ ചേർന്നിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഈ വൈദ്യുതി ആവശ്യകതയിൽ ചെറിയ കുറവ് വന്നിരുന്നു. പക്ഷേ വീണ്ടും വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് പോവുകയാണ്. എന്തായാലും നിലവിൽ ഈ സാഹചര്യം തുടർന്നാൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട നിലയിലേക്ക് പോകും. അരുൺ സോളമൻ കൂടി ചേരുകയാണ്. അരുൺ, എന്താണ് ചൂടിന്റെ ഒരു അവസ്ഥ? വേനൽ മഴയ്ക്ക് ഇനി സാധ്യതയുണ്ടോ? ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതൽ താപനില ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? വിനീത, കടുത്ത വേനലിൽ നിന്നും സംസ്ഥാനത്തിന് ഇതുവരെയും മോക്ഷമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിലവിൽ പാലക്കാട് കടുത്ത വേനലിൽ കടന്നു പോവുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലം തൊട്ട് പിന്നിലുണ്ട്, 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിലും നിലവിൽ യെല്ലോ അലർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഒരു ചിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഏറ്റവും പ്രധാനം പ്രായമായവർ, അതുപോലെ തന്നെ ഗർഭിണികൾ, കുഞ്ഞുങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുകയാണ്. ഏറ്റവും ഈ പ്രധാനം ഈ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തണം. കയ്യിൽ വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ കുട എപ്പോഴും കരുതണമെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, പ്രത്യേകിച്ചും ഒരു വെക്കേഷൻ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുറത്തു പോകുന്നവർ ഏറ്റവും പ്രധാനമായി ഈ ശീതളപാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ അത് നല്ല വെള്ളമാണ്, ശുദ്ധമായ ജലമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് കൂടിയാണ് ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ട് കൂടി. വിനീത, ശരി, ജാഗ്രത പാലിക്കണം. ചൂട് കൂടുമ്പോൾ നിർജ്ജലീകരണം ഉൾപ്പെടെ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിച്ചേ മതിയാകും. അരുൺ സോളമൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.